പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഡിസംബർ വെള്ളിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിന്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവെ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ വ്യത്യസ്ത വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈശോയെ, അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. വീടില്ലാത്തവരുണ്ട് ഈശോയെ, അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഈശോയെ, ഭാര്യാഭർത്താക്കന്മാർ പിരിഞ്ഞു താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഈശോയെ, ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഈശോയെ. കർത്താവെ, ഈ കാലങ്ങളിലെല്ലാം മനസ്സമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചോയെ. അന്യനാടുകളിലും വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളിയെ കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശ്രയിക്കും. ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. 10 പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെണ്ണീറായി പ്രാർത്ഥിക്കുന്നുണ്ട് ഈശോയെ. അവർക്ക് എത്രയും വേഗം ഒരു പോംവഴി കിട്ടാൻ പരിശുദ്ധ മാതാവ് ആശ്രയിക്കട്ടെ. പലതരത്തിലുള്ള അപകടങ്ങൾ, ആക്രമണങ്ങൾ അനുഭവിക്കുന്നവർ, ജലജീവികളുടെയും വിഷജന്തുക്കളുടെയും ആക്രമണങ്ങളിൽ പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ രക്തം അവരെ തിളക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ബൈബിളിൽ എപ്പോഴും നമുക്കിത് ആഗമനകാലമാണ്.
കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കിപ്പാർക്കുന്ന കാലമാണ്. പൊതുവെ നമ്മൾ നോക്കിപ്പാർക്കുന്നൊരു വിഷയം എന്താ? ദൈവത്തിൻ്റെ മഹത്വമാണ്. അത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതെന്താ? അത് സെൻറ്റ് പോളിൻ്റെയും ആദിമസഭയുടെയും എക്സ്പീരിയൻസ് ഓഫ് ഗോഡാണ്. റോമ 8:18 വായിച്ചേ. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. വിഷയം എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ EMI എന്നൊക്കെ പറയത്തില്ലേ? നമ്മളെവിടെയെങ്കിലും ലോൺ എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വലൻ്റ് ആയിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുക്കും, EMI. അപ്പോഴേ നമ്മൾ എടുത്ത ലോണിൻ്റെ ആനുപാതികമായിട്ടുള്ള ഡിവിഡൻഡ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഷെയറാണ് നമ്മൾ പലിശ സഹിതം അടക്കണം. പക്ഷേ ബൈബിൾ പറയണത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മളിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന EMI വളരെ ചുരുക്കമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മൾ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വചനത്തിൻ്റെ തന്നെ ഒരു പ്രോസസ്സിങ്ങിൽ നമുക്ക് മനസ്സിലാകേണ്ടത്, ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ സെൻറ്റ് പോള് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യാൻ വേണ്ടിയാണ് കിട്ടിയിരിക്കുന്ന വെളിപ്പാട്. അങ്ങനെ വരുമ്പോൾ എന്താ വിഷയം എന്ന് പറയുന്നത്, നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ എന്ത് ചെയ്യണം? നമ്മളതൊരു ഷെയറായിട്ട് നമ്മുടെ ഷെയറായിട്ട് അടക്കുക. കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടച്ചാലേ പറ്റത്തുള്ളൂ. കാര്യം കഷ്ടനഷ്ടങ്ങളെ കൃപയാക്കി മാറ്റിയത് ഈശോയല്ലേ. ഇപ്പോൾ ഈശോയുടെ സീൽ അടിച്ചിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി എന്നൊക്കെ. ഇപ്പം നമ്മുടെ ഈ ആലപ്പുഴയൊക്കെ കുറേ അധികം കയർ ഫാക്ടറികളില്ലേ. അപ്പോൾ ആ കയർ ഫാക്ടറികളൊക്കെ ഈ കയറൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് വീടുകളിലൊക്കെയാണേ. തറയൊക്കെ കെട്ടിയ ആൾക്കാർ 2-3 ആൾക്കാരൊക്കെ ഇന്നുകൊണ്ട് ചെയ്യണതാണ്. പക്ഷേ അത് വലിയ കമ്പനിയിൽ ചെല്ലുമ്പോൾ അവരത് ഡ്രിം ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ സീലടിക്കുമ്പോഴാണ് അത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് മാറുന്നത്. നമ്മുടെ സഹനങ്ങൾക്കും അതുപോലെ സീലിംഗ് ഉണ്ട്. എന്താണ്? നമ്മുടെ സഹനങ്ങളെ ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സീലടിക്കണം. കാരണം ക്രിസ്തുവിൻ്റെ സീലടിച്ചാൽ മാത്രമേ ഇത് മുകളിൽ മഹത്വമായിട്ട് കൺവേർട്ടായി ആകത്തുള്ളൂ. അപ്പോൾ അതിന് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല വെറുതെ ആരെങ്കിലും വഴി കിടന്ന് സഹിച്ചുകൊണ്ട് കാര്യമില്ല. മറിച്ച് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിലരൊക്കെ എന്ന് വാസ്തവത്തിൽ ഇത്തിരി സഹനം കൂടുതൽ വാങ്ങിക്കും. അവിടെ ഇപ്പം ഈശോയ്ക്ക് ഒന്നും മാക്സിമം വാങ്ങിച്ചില്ല. എന്നാൽ അതൊരു ഈശോയുടെ നല്ല പ്രായത്തിൽ ഈശോ മരിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ മക്കളൊക്കെ തന്നെ ഇല്ലേ, 20 വയസ്സിലൊക്കെ മരിക്കണ മക്കളില്ലേ, 30 വയസ്സിൽ മരിക്കും. അപ്പന്മാർ തന്നെ നമുക്ക് 3-4 വയസ്സുള്ളപ്പോൾ മരിക്കും, ചിലപ്പോൾ 10 വയസ്സുള്ളപ്പോൾ മരിക്കും. എൻ്റെ അപ്പൻ എനിക്ക് 15 വയസ്സുള്ളപ്പോൾ മരിച്ചത്. അപ്പോൾ ഈ വിഷയം നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളെന്ന്, ഇന്നത്തെ കഷ്ടതയെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ കഷ്ടതകളെ നിരസാരമാക്കണമെന്നാണ് ബൈബിൾ പറയണത്. അല്ല കഷ്ടങ്ങളെ കൊണ്ട് മുങ്ങിക്കൊണ്ട് ജീവിതകാലം പോയി നടക്കരുതെന്ന് പറയണത്. എന്ത് ചെയ്യണം? അത് നമുക്ക് ലഭിക്കായ മഹത്വത്തോട് താരതമ്യം ചെയ്ത് അതിൻ്റെ ഷെയറായിട്ട് നടക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ വരുമ്പോൾ എനിക്ക് മരണം ലാഭമാണെന്നൊക്കെ പൗലോസ് പറയണില്ലേ, ആ രീതിയിലാണ് പറയണത്. കാരണം ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ ഓർക്കുമ്പോൾ എനിക്ക് മരണം നേട്ടമാണെന്ന് പറയണത്. ഈ മരണം നേട്ടമാണെന്ന് നമ്മുടെ വിശ്വാസം മാത്രമേ പറയുന്നത്. ഇപ്പം ഞാൻ എൻ്റെ വിഷയത്തിൽ എനിക്ക് വീടില്ല, ജോലിയില്ല, ഭർത്താവ് നേരത്തെ മരിച്ചു, കുഞ്ഞുങ്ങളെന്നെ മനസ്സിലാക്കണില്ല, മക്കളെല്ലാം മനസ്സിലാക്കണില്ല, ഈ അവലാതിയും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിരങ്ങരുത്. അവലാതിൽ സ്റ്റോപ്പ് ചെയ്യണം. കാര്യം എന്താണ്? കർത്താവ് പറഞ്ഞു ഒരു ദിവസം വരും, അത് നിങ്ങൾ എന്നോട് ഒരു അവലാതിയും ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? ആ ദിവസം ഏതായിരിക്കും? കർത്താവിൻ്റെ ലഭിക്കായ്ക്ക് മഹത്വത്തിന് വേണ്ടി നമ്മുടെയൊക്കെ നിന്ന് വാങ്ങിക്കുന്ന EMI ആണ് നമ്മുടെ സഹനങ്ങളെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ. അമ്മയുടെ ജീവിതത്തിലേക്ക് ഭയങ്കര ഓർക്കുകയും ട്രഡീഷൻ അനുസരിച്ച് അമ്മയുടെ ഭർത്താവ് 20ാമത്തെ ഈശോയ്ക്ക് 20 വയസ്സുള്ളപ്പോൾ മരിച്ചായിരുന്നു. പിന്നെ ഈശോയും അമ്മയുമായിട്ടാണ് ജീവിച്ചിരുന്നത്.
10 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ ഈശോയും വീട് വിട്ട് ഇറങ്ങിപ്പോയി. അമ്മ ഒറ്റക്കായി. അമ്മ ഒറ്റക്കായി ശരിക്കും. അപ്പോൾ ഈ ഒറ്റപ്പെടലിലൂടെയാണ് അവർ ജീവിക്കുമ്പോഴും, പക്ഷെ അവർക്ക് ഉള്ള വിഷയം അവരൊരു വചനത്തിൽ വിശ്വസിച്ചാണ് ജീവിക്കുന്നത്. എന്താണ് എന്ത് വചനത്തിലാണ്? നിന്ന് ഉത്ഭവിക്കുന്ന അത്യുന്നതൻ ദൈവത്വം വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്ക് വലിയവനായിരിക്കും, സിംഹാസനം അവന് നൽകുമെന്ന് പറഞ്ഞില്ലേ. അപ്പം അമ്മ ആ രക്ഷകനാണെന്നുള്ള ബോധ്യത്തിലാണ് ജീവിക്കുന്നത്. വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മ ഔസേപ്പിതാവിൻ്റെ മരണവും ഈശോ ഇറങ്ങിപ്പോയതും എല്ലാം വകവെച്ച് അതിനെയൊക്കെ എടുത്ത് വർദ്ധിത സന്തോഷമാക്കി, ആന്തരിക സന്തോഷമാക്കി മാറ്റണം. അങ്ങനെ അപ്പം ഇതിൻ്റെ പക്ഷേ ജീവിതത്തിൽ പല കാലാവസ്ഥകളുണ്ടാകും. അപ്പോഴൊക്കെ ദൈവം എന്നോട് എന്തോ അനുമതി ചെയ്ത്, എൻ്റെ കൂട്ടുകാരത്തിൻ്റെ ഭർത്താവ് ജീവിച്ചിരിക്കണമല്ല, എന്നോട് ദൈവം ഇങ്ങനെ അനുമതി ചെയ്ത്, എനിക്ക് മക്കളില്ല, ഈ മരണം വരെ മക്കളില്ലാത്തവർ, എനിക്ക് മക്കളില്ലേ, അവർക്കെല്ലാം മക്കളുണ്ട്, ഇപ്പോൾ മക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ നോക്കിയാൽ, അങ്ങനെ ഒന്നും പറയരുത്. ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. കാര്യം എന്താണ്? ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണ് ഇതൊക്കെ കുപ്പയായിട്ട് കരുതുന്ന ഒരു സമയമുണ്ടാകും. അന്ന് നമ്മൾ അപരാധികൾ നിർത്തും. ഞാൻ ഇന്നലെ പറഞ്ഞത് ആന്തരിക മനുഷ്യനെക്കുറിച്ചാണ്, ഇന്ന് പറയണത് ആന്തരിക മനുഷ്യനെക്കുറിച്ച്, നമ്മുടെ മതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. ഓളോണേഴ്സാണ് ഇത് പറ്റത്തില്ലെങ്കിലും പതുക്കെ ഇത് പറ്റും. ഈ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു ദിവസം വളരണം മക്കളെ. ഒരു ദിവസം ദൈവം തരുന്നത് ക്രിസ്തു വളരാൻ വേണ്ടിയാണ്. അപ്പം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ പരാതികളില്ലാതെ, നിരാശയില്ലാതെ പ്രത്യാശയോടെ മുന്നേറുക. ഇപ്പോൾ ഈ ഓൺലൈനിൽ ആരാധന കൂടുന്നവർ ഉടമ്പടി ചെയ്യണം, എത്രയും വേഗം ആലപ്പുഴ എത്തി ഉടമ്പടി ചെയ്യണം എന്നുള്ള ചിന്തയിൽ കൂടുന്നവരുണ്ട്. അങ്ങനെ എല്ലാ ചിന്തകളും ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്യണത്, ലക്ഷ്യം വെക്കുന്നത് അമ്മയുടെ മാധ്യസ്ഥത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ആരാധനയുടെ ആദ്യ അവസരങ്ങളിൽ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അനുസ്മരിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും വർക്ക് ചെയ്യുന്നത് ക്ലെയിം ആൻഡ് കപ്പാസിറ്റി എന്നുള്ള 2 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ കപ്പാസിറ്റി എന്താണ്? ഉടമ്പടിയുടെ ഓരോ ഫോർമുലയും നമുക്ക് നൽകുമ്പോൾ നമുക്ക് മനസ്സിലാകണത് നമ്മുടെ കേപ്പബിലിറ്റി, നമ്മുടെ കഴിവ് എന്തിനുള്ള കഴിവാണ്? ബൈബിളിലെല്ലാം കഴിവെന്നാണ് പറയണത്. വിശ്വാസം നമുക്ക് എന്ത് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസം നമുക്ക് നിത്യജീവൻ നൽകുന്നുവെന്നാണ് നമ്മൾ ജ്ഞാനസ്ഥാനത്തിൽ ഏറ്റുപറയണത്. വിശ്വാസം, ഒരു ജ്ഞാനസ്ഥാന കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നത്, നിങ്ങൾ സഭയോട് എന്ത് ആവശ്യപ്പെടുന്നു? ഉടനെ മാതാപിതാക്കന്മാർ പറയും, ഞങ്ങൾ വിശ്വാസം ആവശ്യപ്പെടുന്നു. ഉടനെ വൈദികൻ ചോദിക്കും, വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു? ഉടനെ അവർ പറയും, വിശ്വാസം ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നു. അപ്പോൾ അവിടെ വിശ്വാസത്തിലാണ് കുഞ്ഞിനെ ജ്ഞാനസ്ഥാനപ്പെടുത്തുന്നത്. പക്ഷേ നിത്യജീവൻ നൽകുന്ന പോലെ തന്നെ വിശ്വാസം വേറെ ഒരു കാര്യം നമുക്ക് തരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ വേണ്ട വിധത്തിൽ ഒരു ഡിസ്കഷൻ, ഒരു ചിന്ത, ഒരു ആലോചന, ഒരു ചർച്ച എപ്പോഴാണ് നിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അതുമുതൽ നിൻ്റെ കപ്പാസിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്താ കാര്യം? വിശ്വാസം നമുക്ക് എന്താ തരണത്? വിശ്വാസം നമുക്ക് കഴിവ് നൽകും. ഇല്ല, നമുക്കിപ്പോഴും ഓരോ ഡിഗ്രിയൊക്കെ എടുക്കത്തില്ലേ പിള്ളേർ, അപ്പോൾ അവർക്കൊരു കഴിവാണ് വർദ്ധിക്കണവരുടെ, അല്ലേ? ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കുന്നവർ, ഇന്ന് അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായി. അതായത് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് വരെ ഗൈഡ് വളരെ ഇൻഡിഫറൻ്റായിട്ട്, ഒരു ജർമ്മൻ ഗൈഡാണ്, വളരെ ഇൻഡിഫറൻ്റായിട്ട് പെരുമാറിക്കൊണ്ടിരുന്ന ഗൈഡ് 3 അറ്റംപ്റ്റാണ് അവരുമായിട്ട് നടത്തിയത്. പക്ഷേ അവർ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ്, ഒരു വിപ്രതിപത്തി, ഒരു ഒഴിവാക്കണ പരിപാടി കാണിച്ച്. പക്ഷേ അവരാണ് എൻ്റെ എക്സ്പെർട്ട്, അവർ ഗൈഡായ മാത്രമേ യൂണിവേഴ്സിറ്റി അത് അപ്രൂവ് ചെയ്യത്തുള്ളൂ. അത്രയും കലിബറുള്ള ഒരു ഗൈഡാണ്, പക്ഷേ ഇവരെ തന്നെ വേണം, പക്ഷേ ഇവർ മൈൻഡ് ചെയ്യണില്ല. അപ്പോൾ എന്നാ ചെയ്തിരിക്കണത്? അവർ വന്ന് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറയും, അമ്മ ഗൈഡ് ഇൻഡിഫറൻ്റാണെന്ന് പറയും. ഗൈഡ് ഇൻഡിഫറൻ്റാണ്. ഇപ്പോൾ ഉടമ്പടി ചെയ്യാൻ വരുന്ന കുറേ മനുഷ്യർ അമ്മയോട് ശരിക്കും സംസാരിച്ചിട്ടാണ് പോണത്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ അതായത് നമുക്ക് ഈ ദൈവസംസാരമൊക്കെ വന്ന എപ്പോഴാണെന്ന് അറിയാവോ? ഒന്നെങ്കിൽ നമുക്ക് അതിമൗനം വരും, അല്ലെങ്കിൽ നമുക്ക്
അതിസംസാരം വരും. ഇത് രണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്നുണ്ടാകുന്നതാണ്. ചിലർ അതിമൗനമായിരിക്കും, ആത്മാവ് നിറഞ്ഞ് അതിമൗനമായി പോകും. ചിലർ നന്നായി സംസാരിക്കും. ഈ അതിമൗനമാകുന്നതും നന്നായി സംസാരിക്കുന്നതും എല്ലാം അമ്മയുടെ ക്വാളിറ്റീസാണ്. അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കും ചില വിഷയങ്ങൾ, അതിമൗനത്തിലേക്ക് പോകും. അമ്മ എലിസബത്തിനെ കണ്ടപ്പോൾ ബിഹോൾഡ് അമ്മ സ്വസ്ത്രഗീതം പറഞ്ഞ് അത് അതിസംസാരമാണ്. അപ്പോൾ ചില പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ ചിലർക്ക് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് തോന്നും, എല്ലാം ദൈവത്തോട് പറയണമെന്ന് തോന്നും. അങ്ങനെയാണ് ഈ സഹോദരി വന്ന് അമ്മയോട് പറഞ്ഞ്, അമ്മേ ഗൈഡ് മൈൻഡ് ചെയ്യണില്ല എന്ന് പറഞ്ഞു. അവർ ഭയങ്കര പത്രാസായിട്ട്, ജർമ്മനാണ് അവർക്ക് ഈ സായിപ്പുമാർക്കൊക്കെ ചില സായിപ്പുമാർക്ക് കുറച്ച് ഈ കോംപ്ലക്സ് കൂടുതലാണ്. നമ്മൾ ഇന്ത്യൻസ് അല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇച്ചിരി കോംപ്ലക്സ് ഉള്ളവരുണ്ട്. നമ്മൾ ആദ്യം കയറി അവരൊന്നും നമ്മളെ അക്സെപ്റ്റ് ചെയ്യില്ല. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഉണ്ടായത്, എനിക്ക് ഇംഗ്ലീഷ് വാർഡിലാണ് ജോലി കിട്ടിയത്. അവിടെ മുഴുവനും ബ്രിട്ടീഷുകാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ത്യൻ ആയത് കാരണം എനിക്ക് ആ വാർഡിൽ അവരെന്നെ നിസ്സഹകരിച്ച് എന്നോട് അക്സെപ്റ്റ് ചെയ്തില്ല. എന്നെ അവരെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നാ ചെയ്തത്, ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ബ്രിട്ടീഷ് വാർഡിലാണ്, അവിടെ സായിപ്പന്മാരേ ഉള്ളൂ, പക്ഷേ എന്നെ അവർ മൈൻഡ് ചെയ്യണില്ല. ഭയങ്കര ഈ എന്താണ് അപ്പാർത്തീഡ് എന്ന് പറഞ്ഞ വർണ്ണവിവേചനമില്ലേ, അതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പുറത്ത് പറയുന്നില്ലെങ്കിലും അതൊക്കെ മനസ്സിലുണ്ട് ചില ആൾക്കാരുടെ. അപ്പം അതുകൊണ്ട് അങ്ങനെ അവരുടെ ഒരു വിപ്രതിപത്തിയാണ് ഇംഗ്ലീഷ് വാർഡിൽ നിന്ന് അവർക്ക് ഉണ്ടായത്. അവരെന്നാ ചെയ്ത് അമ്മയോട് നേരിട്ട് പറയാം, അമ്മേ ഞാനിങ്ങനെ ഒരു വർണ്ണവിവേചനത്തിൽ ഇവരെന്നോട് എനിക്ക് ഈ വിഷയങ്ങൾ അധികം അറിയത്തില്ല, ഇവരുടെ എറ്റിക്സും കസ്റ്റംസും അതുപോലെ തന്നെ അവരുടെ വേ ഓഫ് ആക്ഷൻസും മെത്തേഡ്സും ഈ ഹോസ്പിറ്റലിൽ അവരുടെ രീതികളൊന്നും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഒരു ആരുമില്ല, ഇന്ത്യൻസും ഇല്ല മലയാളീസും ഇല്ല. അവരാണെങ്കിൽ എന്നോട് എന്താണ് നമ്മളൊരു സെർവൻസിനെ പോലെ ഇങ്ങനെ വിപ്രതിപത്തി കാണിക്കുന്നത്. പക്ഷേ ഇവരുടെ ഒരു പ്രശ്നം, നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, നിങ്ങൾ ഇംഗ്ലീഷ് വാർഡിൽ പോയാലും നിങ്ങൾ ധ്രുവ പ്രദേശത്ത് പോയാലും അന്റാർട്ടിക്ക പോയാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ്, പരിശുദ്ധ അമ്മ നിന്റെ കൂടെ അവിടെ ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കട്ടെ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ ഈ ഡയലോഗ്, ഫ്രീ ഡയലോഗ് നമ്മുടെ ഉടമ്പടി വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കപ്പാസിറ്റിയാണിത്. ഉടമ്പടി വരുമ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവ് നമ്മൾ പറയും, നീ ഇപ്പോൾ അമ്മയുമായി ഉടമ്പടി ആയില്ലേ, തരും ഉഭയകക്ഷിയല്ലേ, ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആകുമ്പോൾ നമ്മളവിടെ ആനുകൂല്യവും ഔദാര്യവും അനുഗ്രഹവും ഒന്നുമല്ല, അവകാശമാണ് എൻ്റെ വിഷയം. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ അവകാശബോധം വല്ലാണ്ട് അങ്ങോട്ട് കത്തിപ്പിടിക്കും. പരിശുദ്ധാത്മാവ് അത് കത്തിക്കും നമ്മളിലെ അവകാശബോധം. അപ്പോൾ അതുകൊണ്ട് അവർ വന്നിട്ട് പറഞ്ഞ അമ്മ ആ ജർമ്മൻ ഗൈഡ് മൈൻഡ് ചെയ്യണില്ലെന്ന് പറയും. അപ്പോൾ ഒരു മകള് അമ്മയോട് പറയുന്ന ആ ഒരു രീതിയിലാണ് പരിശുദ്ധാത്മാവ് അവർക്ക് അഭിഷേകം കൊടുത്തത്. അതായത് വിതിൻ നോ ടൈം ജർമ്മൻ ഗൈഡ് ഇങ്ങോട്ട് വിളിക്കും. ഇതാണ് സ്പീഡെന്ന് പറയുന്നത്. വല്ലാത്ത ഒരു സ്പീഡാണ് ഈ വിഷയത്തിൽ വരണത്. നമ്മളെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ കപ്പാസിറ്റിയാണ് നമ്മൾക്ക്. അതായത് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി ചെയ്യുമ്പോൾ വ്യക്തിക്കുള്ള കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചാൽ യോഹന്നാന്റെ സുവിശേഷം 1:12 എന്താണ്? ഒന്ന് ഏറ്റു പറഞ്ഞ്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. സന്തോഷത്തോടെ പറഞ്ഞേ, ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കഴിവ് എന്തിനാണ് കിട്ടുന്നത്? ദൈവമക്കളുടെ കഴിവാണ് കിട്ടുന്നത്. ദാറ്റ് മീൻസ് എന്താ വിഷയം അവിടെ എൻ്റെ വരണത്? ഒരു വിശ്വാസത്തിൽ നിന്ന് ദൈവമക്കളുടെ കഴിവ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ വിശ്വാസം നമുക്ക് എന്ത് തരുന്നത്? നിത്യജീവൻ മാത്രമല്ല നൽകണത്, നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കും. ഇല്ലേ? എന്തെല്ലാം കഴിവുണ്ട് ഇവിടെ? എന്തെല്ലാം കഴിവ് വേണം ഇവിടെ ജീവിക്കാൻ? നമുക്ക് ഫൈനാൻസായിട്ട് കഴിവ് വേണം, ഇല്ലേ? കടങ്ങളൊന്നും ഉണ്ടാകരുത്, കഴിവ് വേണം. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ജെസ്സി കുര്യൻ എന്നും പറഞ്ഞ് ടെക്സാസിൽ നിന്നൊരു സാക്ഷിയുണ്ട്, അതിമനോഹരമായ സാക്ഷ്യമാണ്. ജെസ്സി കുര്യൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ജെസ്സി കുര്യനെ അവർക്ക് പെട്ടെന്നാണ് അവർക്ക് ഈ ഒരു കത്ത് ബാങ്കിൽ നിന്ന് വരുന്നത്. അവർക്ക് ഇതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നു, ഇങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് കടമുണ്ടെന്നതിനെക്കുറിച്ച് കോൺഷ്യസ് ആയിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഡിസ്റ്റർബ്ഡ് അല്ലായിരുന്നു. പക്ഷേ അതിന് എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പോട്ട് കടവാണ്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇൻഡാസായിപ്പോയി. ജെസ്സിക്കിൻ്റെ പ്രശ്നം എന്താണ്? അവർ കണക്കൂട്ടി നോക്കിയപ്പോൾ ഡോളർ കണക്കിനെയാണ് കണക്ക് കൂട്ടുന്നത്. കണക്കൂട്ടി നോക്കിയപ്പോൾ ഉണ്ട് 1 കോടി രൂപയുടെ കട. ദൈവമേ, നമ്മൾ വല്ലതും 10-50 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം ഒക്കെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കരുത്. ഇൻഡാസ് എന്ന് വെച്ചാൽ ഇതുപോലൊരു ഇൻഡാസ് അകപ്പെട്ടു പോയി. 1 കോടി രൂപയുടെ കടം. അവരെന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ വന്നപ്പോൾ ഒന്ന് ഉടമ്പടി ചെയ്തിട്ട് ആദ്യം എഴുതി, അമ്മേ 1 കോടി രൂപയുണ്ട്, ഇറ്റ് ഈസ് എൻ്റെ എബിലിറ്റിക്ക് കൂടുതലാണ്, എൻ്റെ കഴിവിനേക്കാൾ അപ്പുറമാണ്, എനിക്ക് അതിനൊരു ഐഡിയ കിട്ടില്ലെന്ന് പറഞ്ഞു.
എനിക്കൊരു ഐഡിയ കിട്ടും. ഇത് ഡയലോഗാണ്. ഇത് ഇവരൊക്കെ എങ്ങനെയാണ് ദൈവത്തെ അനുഭവിച്ചത് വെച്ചാൽ, ജെസ്സിക്കുര്യൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി ചോദിച്ചു, അമ്മയുടെ മുഖത്ത് നോക്കി, അമ്മേ ഇത്രയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, വല്ല 10-40 ലക്ഷമാണ് ഞാൻ മാനേജ് ചെയ്യും, ഇത് 60 ലക്ഷം കൂടി എക്സ്ട്രാ ആയിട്ട് ഇത് കിട്ടാനുള്ളൊരു യാതൊരു മാർഗ്ഗവുമില്ല, അപ്പോൾ അമ്മ എന്നെ സഹായിക്കണം, എനിക്ക് വേറെ മാർഗ്ഗമില്ല. ഇവരിങ്ങനെ പറഞ്ഞിട്ട് പോണ ദിവസം രാത്രി അമ്മ പ്രത്യക്ഷപ്പെടും. ഇവർ അമേരിക്ക ചെന്ന്, ടെക്സാസിൽ ചെന്ന്, ഹൂസ്റ്റണിലാണ് താമസിക്കുന്നത്. അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ രാത്രി വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. അതായത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അമ്മയുടെ ഒരു രീതി വെച്ച് കഴിഞ്ഞാൽ വാട്ട് ടു ഡു, എൻ്റെ ക്ലൂ എന്താണെന്ന്. ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഹൗ ടു മാനേജ് ഇറ്റ്, മദറിനത് വളരെ ക്ലിയറാണ്. ഇപ്പോൾ കനായിലെ കല്യാണ വീട്ടിൽ എന്താണ്, കല്യാണ വീട്ടിൽ എന്താ സംഭവിക്കുന്നത്, അവർക്ക് പൊടും തന്നെ വീഞ്ഞ് തീർന്നു പോവുകയാണ്. അപ്പോൾ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അത് പലതരത്തിലത് പരിഹരിക്കാം അല്ലേ. വായ്പ മേടിക്കാം, അടുത്ത വീട്ടിൽ പോയി, അപ്പോൾ നമ്മൾ ചെറിയ നാണം കെടും, അതാണ് പ്രശ്നം. അടുത്ത വീട്ടിൽ പോയി കല്യാണത്തിന് വായ്പ മേടിച്ച് കഴിഞ്ഞാൽ കടം മേടിക്കാം. പിന്നെ അവർ ശാശി വർത്താനൊക്കെ പറയും, യഹൂദനാണ്, ഒരപ്പം കടം ചോദിക്കാൻ വേണ്ടി ചെന്നവൻ്റെ കഥ ഈശോ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പെയിൻറ്റ് ഇന്നും മാറിയിട്ട് പോയിട്ട് ഇന്നും പുറത്തിയിട്ടില്ല. അപ്പോൾ അതെല്ലാം പെശക് പരിപാടികളാണ്. യഹൂദന്മാരുടെ എല്ലാ ഇഷ്യൂസും വളരെ ഒരു എന്താണ് ഇംപേഴ്സണലായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇത് രണ്ടും ചെയ്യാൻ സാധ്യതയുള്ളൂ, നിക്കക്കളിയിലേയും ചെയ്യാവുന്നതാണ്. പക്ഷേ അമ്മ എന്ത് ചെയ്ത് അതിനേക്കാൾ സേഫായിട്ടുള്ളൊരു വഴി പറഞ്ഞു കൊടുക്കും. നേരെ ഈശോ അടുത്ത് വരും. ഈശോ അടുത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയങ്ങളെക്കുറിച്ച് അമ്മയ്ക്ക് ഏറെക്കുറെ ഏകദേശം ഒരു ധാരണയുണ്ട്. എന്താണ്, ഈശോയുടെ സമയമായിട്ടില്ലെന്ന് തന്നെ ഈശോ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. അമ്മയ്ക്ക് അതിനെക്കുറിച്ച് അങ്ങനെ എൻ്റെ സമയം എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് ഈശോ പറയുമെന്ന് അത് ഓൾറെഡി സഡൻ പൊടുന്നതിനെ പറയണതല്ല. അമ്മയ്ക്ക് അതിനെക്കുറിച്ച് പ്രീകോഗ്നിഷനുണ്ട്. ഈശോ ഇത് പറയുമെന്ന് പരിശുദ്ധാത്മാവ് അമ്മയോട് പറയുന്നുണ്ട്. കാര്യം അമ്മയും പരിശുദ്ധാത്മാവും തമ്മിൽ അറിയാമല്ലോ, ഐക്യമാണ് ഭയങ്കര. അതുകൊണ്ട് എന്ത് ചുറ്റുവട്ടങ്ങളിൽ എന്ത് സംഭവിച്ചാലും എന്ത് പറയണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്യണം, എല്ലാ പരീക്ഷകളുടെയും റെഡിമെയ്ഡ് ആൻസർ അമ്മയ്ക്ക് അറിയാം. ഈശോ എടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും, എനിക്ക് നിനക്ക് എന്താണ്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് അമ്മ പറയും. അപ്പോൾ മേരി എന്താ പറയേണ്ടത്, തിരിച്ച് പറയേണ്ടതെന്നും പരിശുദ്ധാത്മാ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ. ഇതാണ് വിഷയം. നമ്മളാരും പോണ പോലെ അല്ല വിഷയം, അമ്മയാണ് പോകണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അമ്മ പരിശുദ്ധാത്മ എന്താ പറഞ്ഞിരിക്കുന്നത്, മേരി ഈശോ പറയും എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന്. അതിൻ്റെ വിസ്ഡം എന്ന് പറയുന്നത്, അതിൻ്റെ നോഹവും ജ്ഞാനസൂത്രം അങ്ങനെയുള്ളൊരു വിഷയം, ഒരു ഡിവൈൻ ഇംപെഡിമെൻറ്റ്, ദൈവിക തടസ്സം വന്നാൽ അതിനെ കൗൺട്രാക്ട് ചെയ്യാനുള്ള ക്ലൂ എന്ന് പറയുന്നത് അവൻ പറയണത് പോലെ ചെയ്യാൻ. കാര്യം വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ, വേഗത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ എന്നുവെച്ചാൽ ഓൺ ദി സ്പോട്ടിൽ നടക്കേണ്ട കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത മാസം നടക്കേണ്ട കാര്യങ്ങളുണ്ട്, അടുത്ത കൊല്ലം നടക്കേണ്ട കാര്യങ്ങളുണ്ട്, 10 കൊല്ലം കഴിഞ്ഞ് കുഞ്ഞുപിള്ളേരെ മക്കളൊക്കെ കെട്ടിക്കാനുണ്ടെങ്കിൽ 5-6 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ടൈമാണ് ഇവിടുത്തെ പ്രോബ്ലം. അപ്പോൾ എമർജൻസി ലൈറ്റ്നിങ് ആയിട്ട് നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ആൻഡ് ഫോർമുല ഡിഫറെൻ്റാണ്. അതെന്താ, പരിശുദ്ധാത്മാവ് അമ്മയെ ഉപദേശിക്കും. എന്താ മേരി, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് നീ ആരോട് പറയണം, മനുഷ്യരാശിയോട് പറയണം. ഒരു കുടുംബത്തിലെ എന്തെങ്കിലും ഈടറ ഉണ്ടായിപ്പോയാൽ പിന്നെ റെക്ടിഫൈ ചെയ്യാനുള്ള മാർഗ്ഗം എന്താണ്? ചിലപ്പോൾ പണം കുറഞ്ഞു പോകാം. ഇപ്പോൾ ജെസ്സിക്കുര്യൻ്റെ വിഷയം എന്താണ്, പണം കുറഞ്ഞ് 1 കോടി കടവാണ്. അമ്മ എന്താ ചെയ്തിരിക്കുന്നത്, അമ്മ രാത്രി വന്നതിന് ശേഷം ഒരു ക്ലൂ പറഞ്ഞു കൊടുക്കും ജെസ്സിക്കുര്യന്. എന്താ പറഞ്ഞോടെ, ഇത് കോവിഡ് കാലമാണ്, നിൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ഫണ്ട് ഗവൺമെൻറ് കോവിഡ് പ്രമാണിച്ചുകൊണ്ട് ആവശ്യക്കാർക്ക് റിലീസ് ചെയ്യുന്ന ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നോബഡി ഈസ് നോൺ ടു ഇറ്റ്. ഇത് ഭയങ്കരമായ രസമാണ് ഈ സംഭവം. ആൾക്കാർക്ക് ആ സാക്ഷ്യം മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതിനേക്കാൾ വില കുറഞ്ഞ സാക്ഷ്യത്തിന് ആൾക്കാർ ഭയങ്കര ഇടിച്ചതിൽ കാണുന്നുണ്ട്. പക്ഷേ ജെസ്സിക്കുര്യൻ്റെ വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് അമ്മ പറയണത് കോവിഡ് പ്രമാണിച്ച് അമേരിക്കൻ ഗവൺമെൻറ് റിട്ടയർമെൻറ്റ് ബേസിൽ റിട്ടയർമെൻറ്റ് ആകാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഫണ്ട് നേരത്തെ റിലീസ് ചെയ്യുന്നുണ്ട്. ജെസ്സി വിളിച്ചു പോയി. അവർ പത്രത്തിലോ ടി വിയിലോ ഒന്നും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. അവർക്കറിയാത്തൊരു കാര്യമാണ്. അവർ വീട്ടിനെ പിറ്റേ ദിവസം ബാങ്കറിൽ റഷീദ് പറഞ്ഞു, സാറേ എൻ്റെ റിട്ടയർമെൻറ്റ് എമൗണ്ട് ഉണ്ട് ഇത്ര രൂപ. അപ്പോൾ അതിൻ്റെ കോഡ് കൊടുത്തു കഴിയുമ്പോൾ ആ പൈസ ഇങ്ങോട്ട് അപ്പോൾ അത് 1 കോടി കൂടുതലുണ്ട്, അതൊരു കോടി കൂടുതലുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് അറിയത്തില്ല. ഇവരറിയാതെ ഇരുന്നുകൊണ്ട് നെരിപ്പോൾ പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ വരുന്ന വിഷയം, ഉടമ്പടിയുടെ വിഷയം വരുമ്പോൾ നമ്മൾ ബയലാറ്റർ അല്ലേ, ബയലാറ്റർ ആയത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാണല്ല. നമ്മൾ അനുഗ്രഹം പോലെ ഔഷപിതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ തെണ്ടി നിൽക്കണ പരിപാടിയല്ല. എന്നെ സഹായിക്കണമെങ്കിൽ വേറെ മാർഗ്ഗം, അതൊരു ഉടമ്പടി അങ്ങനെ ധർമ്മമൊന്നുമില്ല. നമ്മളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി, അമ്മ മീഡിയേഷനിലാണ്. അപ്പോൾ നമ്മൾക്കൊരു കക്ഷി, ഒരു അവകാശമാണ് കിട്ടുന്നത്, അനുഗ്രഹമല്ല കിട്ടുന്നത്. അപ്പോൾ അവകാശമാകുമ്പോൾ നമ്മളെന്താ സംഭവിക്കണത്, വിശ്വാസം അവകാശമാക്കണം എപ്പോഴാണ്,
ഇപ്പം സഭയോട് നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത്? വിശ്വാസം നിങ്ങൾക്ക് എന്ത് തരുന്നു? നിത്യജീവൻ. നിത്യജീവൻ മാത്രമല്ല, ഒരു മക്കൾക്ക് ആവശ്യമായ എല്ലാമാണ്. അതാണ് കഴിവെന്ന് പറയണത്. അതാണ് യോഹന്നാൻ 1:12 നമ്മൾ വായിച്ചത്. എന്താണ് എന്ന് പറഞ്ഞ്? അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. ഇനി പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എന്റെ വിശ്വാസവും ഒരു കഴിവായി വളർത്തിയെടുക്കണമേ. ഞാൻ അങ്ങയുടെ തിരുസന്നിധിയില് വരുമ്പോഴേ ഒരു മകളെപ്പോലെ മകനെപ്പോലെ സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യബോധവും അവകാശബോധവും അഭിഷേകമായി എനിക്ക് നൽകണമേ. ശ്രദ്ധിക്കട്ടെ. വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകുള്ള കഴിവ് നൽകിയ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറഞ്ഞില്ല നിങ്ങളോട് കുറച്ച് മുമ്പ്, ചിന്തിച്ച് പറഞ്ഞതല്ല, അമ്മ അഭിഷേകത്തിൽ തന്നതാണ്. ദാറ്റ് മീൻസ് സ്പീഡായിട്ടുള്ള കാര്യങ്ങളില്ലേ, ഇപ്പം നടക്കേണ്ട കാര്യങ്ങൾക്ക്, അതായത് അതിവേഗം നടക്കേണ്ട കാര്യങ്ങൾക്കാണ് അത് തൊട്ടാണ് ഉടമ്പടി എടുക്കുന്നത്. മറ്റെല്ലാ പ്രാർത്ഥനകളും എപ്പോഴെങ്കിലും നടക്കേണ്ട കാര്യങ്ങൾക്ക് നമുക്ക് എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചാൽ മതി. പക്ഷേ അതിവേഗം നടക്കേണ്ട കാര്യങ്ങൾക്ക് ബിബ്ലിക്കൽ ഫോർമുല ഉണ്ട്, അത് ഉടമ്പടിയാണ്. എന്താണ്? ഇപ്പോൾ കാനായിലെ വിഞ്ഞു തീർന്നു പോയി, അത് അപ്പം നടക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യൻ അറിയരുത്, അങ്ങനെ നടക്കേണ്ട കാര്യമാണ്. അതിനെന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അതെന്താണ്? അത് ഒരു ഫോർമുലയാണത്. ഈശോയുടെ വലിയ പഴയ കാലങ്ങളിലുള്ള ഫോർമുലയാണ്, പുതിയ ഫോർമുല അല്ലത്. അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച് കൊടുത്തു എന്നുള്ളതാണ് പ്രശ്നം. നമുക്കെല്ലാം അറിയാവേ, ഓർപ്പിച്ച് തരാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ വരണത്. മനസ്സിലായില്ലേ? ഈ മനുഷ്യന്മാർക്കെല്ലാം അയ്യോ അതങ്ങനെയാണല്ലേ, അത് ഞാൻ അപ്പോൾ ഓർത്തില്ല എന്ന് പറയും. അത് ഓർത്തില്ലെന്ന് പറയും. കാര്യം ആൾക്കാർക്ക് അറിയാൻ പാടില്ല, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത കാരണം ഓർത്ത് കിട്ടണില്ല. അതാണ് വിഷയം. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ പൂർണ്ണ സത്യത്തിലേക്ക് 14:26 എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇതൊരു പക്ഷേ കാറ്റഗോറിക്കൽ വേർഡാണ് ബൈബിളില്ല. കാര്യം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒക്കെ ഓരോരോ വഴികൾ അറിയാം. പക്ഷേ ചില ആൾക്കാർ ചിലർ ഓർക്കുകയേ കുറച്ച് കഴിഞ്ഞേ ഓർക്കത്തുള്ളൂ. ചില ആൾക്കാർ പരീക്ഷ എഴുതി വെച്ചും പിറ്റേ ദിവസം വന്നിട്ട് ദൈവമേ ഇതായിരുന്നല്ല അതിൻ്റെ ഉത്തരം, അതെനിക്കറിയാൻ വരുന്നില്ല, മരപ്പട്ടി മണ്ടിയല്ല, ഓർക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധാത്മാവില്ലല്ലോ, അതാണ് വിഷയം. കാര്യം പരിശുദ്ധാത്മാവ് ഇത് സംഭവം ഉള്ളതാണ്. ഇപ്പം നമ്മളൊരു കാര്യം വിചാരിച്ചു അയ്യോ അത് ചെയ്താൽ മതിയായിരുന്നല്ല. നമ്മുടെ കയ്യിലല്ല, ഈ നോളജ് എല്ലാം ഉണ്ട്, ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മളെ ഓർപ്പിച്ച് തരാൻ ആരുമില്ല. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ്. അതായത് ഒരു മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കാനുള്ള, അതായത് അതിനുള്ള ബോധം ഉണ്ടാകണം. ഇപ്പം അനു മരിയ കഴിഞ്ഞ ദിവസം കൂടെയാണ് സാക്ഷിയാണ്. അനു മരിയ പാലക്കാടാണ്. അവൾക്ക് ഭയങ്കര ബോധമാണ്. എന്താ പ്രശ്നം വെച്ചാൽ, അവളുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അനു മരിയ സാക്ഷ്യം പറഞ്ഞതിന് ഞാൻ കഴിഞ്ഞ നവംബറിൽ വന്ന് ഉടമ്പടി ചെയ്താണ്. ഇപ്പോൾ പറഞ്ഞു ഞാൻ ഒറ്റക്കാണ് അവിടെ നിന്ന് വന്നതെന്ന്. അപ്പം കേൾക്കുന്നവർക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. അവൾക്ക് 10, 20, 21 വയസ്സേ ഉള്ളൂ. അപ്പം പാലക്കാട് നിന്ന് പാപം ഒറ്റയ്ക്ക്, ആലപ്പുഴ ആദ്യം കാണുകയായിരിക്കും ചിലപ്പോഴും, ഈ കൃപാസനം തിരക്കി പിടിച്ച് ഇവിടെ വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് അമ്മയോട് പറഞ്ഞിട്ട് പോകണം. എന്താ വെച്ചാൽ എന്താ അവളുടെ പ്രശ്നം? അവളുടെ വിസ ഇൻ്റർവ്യൂവിന് അവൾ ഫെയിലാകുന്നു. വിസയുടെ ഇൻ്റർവ്യൂവിന് ഫെയിലാകുന്നു, അതാണ് പ്രശ്നം. അപ്പോൾ 3 വിസ ഇൻ്റർവ്യൂ നടന്ന് 3 ഫെയിലായി കഴിയുമ്പോൾ അതിനിവിടെ വന്ന് ഉടമ്പടി ചെയ്യും. ഈ ഉടമ്പടി ചെയ്തതിന് ശേഷം ഈ കുട്ടിയുടെ അതിൻ്റെ മൂവ്മെൻറ്റ് ഭയങ്കരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പറയണത് ഞാൻ പിന്നീട് ഉടമ്പടി ചെയ്തതിന് ശേഷം ഞാൻ പിന്നീട് ആരോടും സംസാരിച്ചിട്ടില്ലെന്ന്. എന്താ കാര്യം? അവൾ ശരിക്കും അതിൻ്റെ അഭിഷേകത്തിലായിപ്പോയി. ഞാൻ ഉടനെ അടുത്ത ഈ വിസ ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ ഇവളുടെ മനസ്സിൽ ഉത്കണ്ഠയില്ല, ആന്തരികമായ അഭിഷേകത്തിൽ അമ്മ ഇങ്ങനെ കുളിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞത് എനിക്ക് സന്തോഷമാണ്. എന്താണ്? എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ അമ്മ എന്നെ സഹായിക്കും. കാര്യം സഹായിക്കണമെന്ന് പറഞ്ഞാൽ ശ്രീകലയെന്നും പറഞ്ഞ് പെരുമ്പാവൂർന്നൊരു സാക്ഷി ഇവളെ കേട്ടു കഴിഞ്ഞ
കഴിഞ്ഞ 2 ആഴ്ച മുമ്പ്, അതായത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ സ്ത്രീകളുടെ സാക്ഷ്യം, ഹൈന്ദവ സഹോദരിയാണെങ്കിൽ സാക്ഷ്യം പിടിക്കട്ടെ. അപ്പോഴേ അതിൻ്റെ അകത്ത് സ്ത്രീകളെ സ്വന്തമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് ഒരു സ്വന്തം പ്രാർത്ഥന ഉണ്ടാക്കുന്നുണ്ട്. എന്താണ്? അമ്മയുടെ മുമ്പിൽ എന്ന് വെച്ചാൽ അമ്മേ എന്ന് വിളിച്ചിട്ട് പറയേണ്ട ഒരു കാര്യം, അമ്മേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ഞാൻ ഹൗ ഷീസ് എഡ്യൂക്കേറ്റഡ് സോ. അതായത് ക്രിസ്ത്യനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, പക്ഷെ വായിന്ന് വരുന്നത് മോർ ദാൻ ക്രിസ്ത്യനായിട്ടുള്ള അഭിഷേകമാണ് വരണത്. അതായത് ഇവൾ അമ്മയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇവൾക്ക് ജ്ഞാനം കൊടുക്കും. ജ്ഞാനം കൊടുത്ത് പറയും, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയും. എന്താണ്? എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി എന്നെ മാറ്റണമേ. ഇത് പക്ഷേ ദൈവത്തിൻ്റെ ചങ്കക്കുണ്ട് ഈ പ്രാർത്ഥന. സ്ത്രീകളുടെ വിഷയങ്ങളെല്ലാം പ്രളാന്നാണ് പിന്നെ നടക്കുന്നതല്ല. ഇത് സാക്ഷി അനുമരിയ, ഈ പെരുമ്പാവൂരുകാരിയാണ് ഈ സ്ത്രീകളുടെ സാക്ഷ്യം അനുമരിയ പാലക്കാട് നിന്ന് കേട്ടിട്ട് ഇവൾക്ക് അഭിഷേകം ഉണ്ടാവും. അഭിഷേകം ഉണ്ടായി കഴിയുമ്പോൾ അവൾ പറയും, അമ്മേ എന്നെയും, എനിക്ക് ആ ചേച്ചി പ്രാർത്ഥിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്നെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി മാറ്റണമേ. കാര്യം ഈ ഉടമ്പടി നിൽക്കുന്നത് പ്രത്യക്ഷീകരണത്തിലാണ്. അതിൻ്റെ ആ സ്റ്റാൻഡിൽ നിന്നാണ് നമുക്ക് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ശേഷമാണ് ഈ ഉടമ്പടി വരണത്, ഉടമ്പടി കിട്ടണത്. അപ്പോഴേ അനു ഇങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ അനു പ്രാർത്ഥിക്കുമ്പോൾ വിഷയം എന്ന് വെച്ചാൽ അവളൊരു തീരുമാനം എടുക്കും. എന്താണ്? ഈ ശുശ്രൂഷ കഴിയണവരെ, എൻ്റെ ഇൻ്റർവ്യൂ കഴിയണവരെ ഞാൻ ആരോടും സംസാരിക്കത്തില്ല. സംസാരിക്കാതിരിക്കുകയില്ല. 3 മണി വെളുപ്പിന് അന്ന് വെളുപ്പിന് 3 മണി വെളുപ്പിന് അനു എഴുന്നേറ്റ് 10 മണിക്കാണ് ഇൻ്റർവ്യൂ. എന്നിട്ട് കർത്താവിൻ്റെ വചനങ്ങൾ വായിക്കാൻ തുടങ്ങി. ഇൻ്റർവ്യൂ വേണ്ടി ഒന്നും ഒരുങ്ങണില്ല. എന്താ പറയണത്? ഇൻ്റർവ്യൂ അമ്മയല്ലേ നോക്കണതെന്ന്. അതായത് വേറെ ഒരു 2-3 ചേട്ടത്തിമാർ, കറുകുറ്റി എന്നൊക്കെ പറഞ്ഞ ചേട്ടത്തിമാർ നേരത്തെ ഒരു സാക്ഷിയോടെ പറഞ്ഞത് അനുവിൻ്റെ തലയിലുണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ അവർ പ്രാർത്ഥിച്ച് ചെയ്തതാണ്, അമ്മ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ അമ്മയായിരിക്കണം ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്, അവിടെ വേറെ ആൾക്കാരൊന്നും വെച്ചേക്ക്, എനിക്ക് പേടിയാണെന്ന് പറയും. ഇതെന്നൊക്കെ പറയണത് പരിശുദ്ധ അമ്മയായിരിക്കും അവിടെ ഇരിക്കാൻ പോകണമെന്നുള്ള പരിശുദ്ധാത്മാവ് ഇവർക്ക് നോട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇവർക്ക് ഈ ദൈവിക രഹസ്യങ്ങൾ കിട്ടുന്നത്. അങ്ങനെയാണ് ഇവർ പ്രെയർ ചെയ്ത് പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി മാറുമ്പോൾ ദൈവം നടക്കണ കാര്യങ്ങളെക്കുറിച്ച് പറയും നീ വിഷമിക്കേണ്ട, ഇൻ്റർവ്യൂ അമ്മയായിരിക്കും ഇരിക്കാൻ പോണത്, നീൻ്റെ സമയമാകുമ്പോൾ അമ്മ ചെയർ മാറ്റിയിട്ടിരിക്കും, ബാക്കി അമ്മ നോക്കിക്കൊള്ളൂ എന്ന് പറയും. എന്നിട്ട് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അത് പറയുന്ന സമയത്ത് അനു ആ സാക്ഷി അവളെ ക്യാച്ച് ചെയ്ത്. അപ്പോൾ അനു അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ ഞാൻ 3-ാം ഇൻ്റർവ്യൂ തോറ്റതാണ്, അങ്ങനെയാണ് ഞാൻ അമ്മയുടെ അടുത്ത് ഉടമ്പടി ചെയ്തത്. ഇപ്പോൾ എനിക്കുള്ള കപ്പാസിറ്റി ഉടമ്പടിയുടെ കപ്പാസിറ്റിയാണ്. അപ്പോൾ എനിക്കും ഒരു അവകാശമുണ്ട്. എന്താണ്? ഞാൻ തോറ്റ പരീക്ഷയ്ക്ക് വിസ ഇൻ്റർവ്യൂ ആണ്, അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അമ്മ അവിടെ ഇരിക്കണം. എന്നിട്ട് ഇവിടെ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി തൈലമെടുത്ത് തൊണ്ടയിൽ കുരിശിടും പോകാൻ നേരത്ത്. ഇവരൊക്കെ ചെയ്യണ കാര്യങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടും. ഉടമ്പടി തൈലമെടുത്ത് തൊണ്ടയിൽ കുരിശിടും. എന്തിനാണ്? ഞാൻ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു വരാൻ. പിന്നീട് നെറ്റിക്ക് കുരിശിടും ഉടമ്പടി തൈലമെടുത്തിട്ട് വിശ്വപ്രമാണം ചൊല്ലി. എന്തിനായിട്ടാണത്? ഞാൻ വാക്കുകളെല്ലാം ഓർത്ത് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഇവിടെ മുഴുവനും ഉടമ്പടി തൈലത്തിൽ അഭിഷേകത്തെ പൂജിച്ചിട്ടാണ് ഇവൾ പോണത്. പോയിട്ട് പറയുന്നത് ഞാൻ പോണ വഴിക്ക് ഒരു മനുഷ്യനോട് സംസാരിച്ചില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ കൂടെ ഉണ്ട്. കർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ നമ്മൾക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുമോ? ഒരു വിശ്വാസി എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തിട്ട് ദൈവത്തിൻ്റെ തൊടു സാന്നിധ്യത്തിലേക്ക് വരുന്നത്? തൊടു സാന്നിധ്യം എന്ന് പറഞ്ഞത് കൈക്ക് കൈ പിടിച്ച് പോകുന്നതാണ് തൊടു സാന്നിധ്യം. ഈ തൊടു സാന്നിധ്യത്തിൽ വരുമ്പോൾ കർത്താവ് അപ്പോസ്തലൻ അനു ഈ സാക്ഷ്യം പറയുമ്പോൾ എൻ്റെ മനസ്സ് വേണ്ടത് മുഴുവനും കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ ആശ്രയിച്ച് വിടുകയാണ്, നിങ്ങൾ പോകുന്ന വഴിക്ക് ഒരു മനുഷ്യനെ അഭിവാദനം ചെയ്യരുത്. ബൈബിളിലെ ഏറ്റവും ശക്തമായ ഒരു വചനമാണത്. ആരെയും നിങ്ങൾ അഭിവാദനം ചെയ്യരുത്.